നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാർത്ത നമ്മുടെ മാപ്രകളെല്ലാം കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രചരണം അംബാനി ചാനൽ അടിമകൾ തുടങ്ങി ചില മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ചില BJP കോൺഗ്രസ് പേജുകൾ അത് ഏറ്റെടുത്ത് അതേപടി പാടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പാകുമ്പോൾ ഈ സംഘപരിവാറിന് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടിയും കൂലിയെടുത്ത് നടത്തുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം മാപ്രകൾ. അതിൽ അംബാനി ചാനലായിട്ടുള്ള ന്യൂസ് 18ന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. അവരുടെ എന്താണ് മുതലാളി കൊടുക്കുന്ന ഈ അപ്പക്കഷ്ണം എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ വ്യാജ വാർത്ത സൃഷ്ടിക്കുക. അതാണ് ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ മാപ്രകൾ പലരും ഈ സംഘപരിവാറിന്റെ വേട്ടപ്പട്ടിയായിട്ടുള്ള EDയുടെ വാലാട്ടിയാണല്ലോ. അവരെന്ത് കൊടുത്താലും വേദവാക്യം പോലെ അതേപടി ആൾക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വിദഗ്ധരുമാണ്. അങ്ങനെയാണ് ഇന്നിപ്പോ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വാർത്ത പടച്ചുവിടുന്നത്. CPM അവിടെ രഹസ്യ അക്കൗണ്ട് ഉണ്ട്, അത്ര ഒരു ബാങ്കിൽ രഹസ്യ അക്കൗണ്ട്. അങ്ങനെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയാതെ പോയി എന്നുള്ളതാണ് ഇവരുടെ വാർത്ത. ആ വാർത്ത ആദ്യം ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് കുമാർ ആണ് ചേരുന്നത്. അനീഷ്, ഈ വാർത്താ സമ്മേളനത്തിൽ അനീഷും ഉണ്ടായിരുന്നല്ലോ. എപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യത്തിലേക്ക് വന്നത്? സാധാരണ നമുക്കറിയാം, CM എപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയാലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയമുണ്ടാകും. ആ വിഷയത്തിന്മേലുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ശേഷമാണ് മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കുക. അതിനു മുമ്പ് കടന്നാൽ പലപ്പോഴും ക്ഷുഭിതനാകുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ വിഷയത്തിന് ശേഷമാണ് മാധ്യമപ്രവർത്തകർ ആ ചോദ്യത്തിലേക്ക് കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്രയും ഗൗരവമേറിയ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം? അഭിലാഷ്, അങ്ങനെയല്ല. കാരണം ഈ വാർത്താ സമ്മേളനം അരമണിക്കൂറാണ് നീണ്ടത്. അതിന്റെ 1/4 മണിക്കൂറോളം അദ്ദേഹം സംസാരിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം ആദ്യ ചോദ്യമായി തന്നെ ഈ ചോദ്യം ഉയർത്തിയെങ്കിലും പുറകിൽ നിന്ന് വന്നുയർന്ന മറ്റൊരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയാണ് ചെയ്തത്. അത് വളരെ വിശദമായി, രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വളരെ വിശദമായി മറുപടി നൽകി. അതിനുശേഷം പിന്നീട് വീണ്ടും കരുവന്നൂരുമായി ബന്ധപ്പെട്ട ചോദ്യം െങ്കിലും അദ്ദേഹം അതിനും മറുപടി നൽകാതെ റിയാസ് മൗലവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും വളരെ വിശദമായി ഉത്തരം പറയുകയായിരുന്നു. ഇതിനുശേഷമാണ് ഈ ചോദ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്തായാലും ആ ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലായെങ്കിലും തന്റെ സമയപരിമിതി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിങ്ങളുടെ വാച്ചിൽ നോക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ച, ഒരുപക്ഷെ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മറുപടി നൽകിയില്ലെന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ വീണ്ടും ചോദിച്ചുകൊള്ളൂ എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ചോദ്യം അദ്ദേഹത്തിന് വ്യക്തമാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ഉയർത്തിയിരുന്നു. പക്ഷേ ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകാതെ മറ്റു 2 ചോദ്യങ്ങൾക്കും അനുബന്ധമായ ഒരു ചോദ്യത്തിനും മാത്രം മറുപടി നൽകി അദ്ദേഹം പോവുകയായിരുന്നു. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു നടപടി തന്നെയാണ്. കണ്ടില്ലേ, മാപ്ര വെടുപ്പിന് തള്ളുന്നുണ്ട്. മുഖ്യമന്ത്രിയോട് ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടും ചോദിക്കാതെ പോയി. എന്താണ് ഇതിലെ വസ്തുത? മാപ്ര ആവർത്തിച്ച് പറയുന്നുണ്ട്. നല്ല തൊലിക്കട്ടിയാണ് കള്ളം പറയാനും അല്ലെങ്കിൽ വ്യാജ വാർത്ത അംബാനിക്ക് വേണ്ടിയും സംഘപരിവാറിന് വേണ്ടി ചമയ്ക്കാൻ പറ്റിയ ഒരു കൂടിയ ഇനമാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുകയാണ്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്നൊന്ന് കൃത്യമായി കാണാം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അരമണിക്കൂർ വാർത്താ സമ്മേളനമാണ് മുഖ്യമന്ത്രി നടത്തുമെന്ന് പറഞ്ഞത്. ആനുകാലിക വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഉയർന്നു വന്ന വിഷയങ്ങളെക്കുറിച്ച് മറുപടി പറയാനാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. ആ വാർത്താ സമ്മേളനത്തിന്റെ മധ്യത്തിലെത്തുമ്പോൾ, അതായത് 15 മിനിറ്റ് കഴിയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊന്ന് കേട്ടെ. ഞാൻ ആമുഖമായി കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അതിന് കുറച്ച് വിഷമാകും. നമുക്കൊരു 10 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും വേണം. അതുകൊണ്ട് ആമുഖമായി ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പറയാനുള്ളത് പറയുന്നതായിരിക്കും നന്നാവും. എന്താ പറഞ്ഞേ? ഇപ്പൊ തന്നെ 15 മിനിറ്റായി. ആകെ 10:30 വരെയാണ് ഈ വാർത്താ സമ്മേളനം ഉള്ളതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം മാപ്രകൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള ചോദ്യം വരുന്നുണ്ട്. പിന്നീട് റിയാസ് മൗലവിയുടെ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം വിശദീകരിച്ച് ഉത്തരം നൽകിയപ്പോൾ ഈ പറഞ്ഞ സമയം കഴിഞ്ഞു പോയി. 10:30 കഴിഞ്ഞപ്പോൾ, അതായത് അവസാന ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ 10:31 കഴിഞ്ഞിരുന്നു. ആ സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി ഇനി കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണെന്ന് ആവർത്തിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള പ്രതികരണം നടത്തിയത്. ഞങ്ങള് മതസ്പർദ്ധ വളർത്താനുള്ള നടപടികൾക്കെതിരെ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു 10 മണി വരെയാണ്. ഒറ്റ കാര്യം ഇനിയില്ല. ഞാൻ പറഞ്ഞു 10 മണി വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത്. ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കുക.
നിങ്ങൾക്ക് 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 നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം. ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി. തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് അവസാനിക്കും. നിങ്ങൾ എല്ലാം വാച്ചിൽ 10 മണിയായിട്ടുണ്ടാവും, നോക്കിക്കോ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട്. അതിനെയാണ് അവിടെ ഇരുന്ന് കേട്ട മാപ്രകൾ ഏറ്റവും എൻഡിൽ കൂടി നിപ്പുണ്ട്. ഇവരെല്ലാം കൂടി ആലോചിച്ചതിന് ശേഷം എന്താണ് സംഘപരിവാറിന് വേണ്ടി സൃഷ്ടിക്കാൻ കഴിയുന്നത്. ഇവിടെ അല്ല, വേറെ എവിടെയെങ്കിലും വെച്ച് ചോദ്യം വരുമ്പോൾ മറുപടി പറഞ്ഞുകൊള്ളാം എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചു പോകുന്നത്. പക്ഷേ ഞങ്ങളോട് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് സംഘപരിവാറുകൾക്ക് വേണ്ടി കുഴലൂത്തും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഷൂ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വില കുറഞ്ഞ മാപ്രകൾ അവർ അതിനെ ഏത് രീതിയിൽ വഴിതിരിച്ചു വിട്ടു എന്ന് ഒന്നുകൂടി കേട്ടെ. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് കുമാർ ആണ് ചേരുന്നത്. അനീഷ്, ഈ വാർത്താ സമ്മേളനത്തിൽ അനീഷും ഉണ്ടായിരുന്നല്ലോ. എപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യത്തിലേക്ക് വന്നത്? സാധാരണ നമുക്കറിയാം, CM എപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയാലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയമുണ്ടാകും. ആ വിഷയത്തിന്മേലുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ശേഷമാണ് മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കുക. അതിനു മുമ്പ് കടന്നാൽ പലപ്പോഴും ക്ഷുഭിതനാകുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ വിഷയത്തിന് ശേഷമാണ് മാധ്യമപ്രവർത്തകർ ആ ചോദ്യത്തിലേക്ക് കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്രയും ഗൗരവമേറിയ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം? അഭിലാഷ്, അങ്ങനെയല്ല. കാരണം ഈ വാർത്താ സമ്മേളനം അരമണിക്കൂറാണ് നീണ്ടത്. അതിന്റെ 1/4 മണിക്കൂറോളം അദ്ദേഹം സംസാരിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം ആദ്യ ചോദ്യമായി തന്നെ ഈ ചോദ്യം ഉയർത്തിയെങ്കിലും പുറകിൽ നിന്ന് വന്നുയർന്ന മറ്റൊരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയാണ് ചെയ്തത്. അത് വളരെ വിശദമായി, രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വളരെ വിശദമായി മറുപടി നൽകി. അതിനുശേഷം പിന്നീട് വീണ്ടും കരുവന്നൂരുമായി ബന്ധപ്പെട്ട ചോദ്യം െങ്കിലും അദ്ദേഹം അതിനും മറുപടി നൽകാതെ റിയാസ് മൗലവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും വളരെ വിശദമായി ഉത്തരം പറയുകയായിരുന്നു. ഇതിനുശേഷമാണ് ഈ ചോദ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്തായാലും ആ ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലായെങ്കിലും തന്റെ സമയപരിമിതി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിങ്ങൾ നിങ്ങളുടെ വാച്ചിൽ നോക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ച, ഒരുപക്ഷെ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മറുപടി നൽകിയില്ലെന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ വീണ്ടും ചോദിച്ചുകൊള്ളൂ എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ചോദ്യം അദ്ദേഹത്തിന് വ്യക്തമാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ഉയർത്തിയിരുന്നു. പക്ഷേ ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകാതെ മറ്റു 2 ചോദ്യങ്ങൾക്കും അനുബന്ധമായ ഒരു ചോദ്യത്തിനും മാത്രം മറുപടി നൽകി അദ്ദേഹം പോവുകയായിരുന്നു. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു നടപടി തന്നെയാണ്. കണ്ടല്ലോ എന്തായിരുന്നു വസ്തുത. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. ആകെ അരമണിക്കൂറാണ്. അരമണിക്കൂറിനകത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും പ്രചരണത്തിന് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന വ്യക്തി, അദ്ദേഹം സമയനിഷ്ഠ പാലിക്കുന്ന കാര്യത്തിൽ വളരെ കർക്കശക്കാരനാണ്. അത് പല ആവർത്തി കണ്ടിട്ടുണ്ട്. വരുമെന്ന് പറഞ്ഞാൽ വരുമെന്ന് പറയുന്ന കൃത്യസമയത്ത് വരും. അത് എപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ സമയത്ത് കൃത്യം തീർക്കുകയും ചെയ്യും. അത് അദ്ദേഹത്തിന്റെ ഒരു പൊതുശൈലിയാണ്. അങ്ങനെ മുൻകൂട്ടി ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആകെ ഒരു 15 മിനിറ്റേ ഉള്ളൂ, 10:30-കകത്ത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം 10:30-ക്ക് ശേഷവും ഞങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ആരാ? ഈ വിശ്വഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇവരിങ്ങനെ ഇപ്പോഴും കാല് തഴുകി അല്ലെങ്കിൽ കാല് തിരുമി ഇങ്ങനെ ഓച്ചാനിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അങ്ങേർക്ക് വേണ്ടിയാണ് ഈ കൂലിയെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇതുപോലെ വന്ന് അരമണിക്കൂർ പോലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇരുന്നിട്ടില്ല. അതൊക്കെ നല്ലതാണ്. അദ്ദേഹത്തിന് എന്തു ആവാം. അത് നമ്മൾ ഇങ്ങനെ പാടി പുകഴ്ത്തിക്കൊണ്ട് അയ്യോ വലിയ സംഭവമാണെന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് കിടക്കും. നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ ഇവരുടെ ഉള്ളിലെ മനോഭാവങ്ങൾ ഇതാണ്. വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്ന രീതി നോക്കൂ. ഒരാൾ പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് പുതിയ രീതിയിൽ ഉത്തരമില്ലാതെ ഒളിച്ചോടി. അതുകൊണ്ട് അതായത് കരുവന്നൂർ വിഷയത്തിൽ CPM പ്രതിരോധത്തിലായതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ലാത്തത് എന്നുള്ള നിലയ്ക്കൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞു വെക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ലെന്നാണ് അതിന് മറുപടി പറയാനുള്ളത്. കാര്യം നേരത്തെ നിങ്ങൾ ഉണ്ടാക്കിയ പല കഥകൾ സ്വന്തം മകൾക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ വന്നിട്ട് കുലുങ്ങിയില്ല. പിന്നെയാണ് കരുവന്നൂർ വിഷയത്തിൽ വന്നപ്പോൾ ഉത്തരം പറയാതെ പോയത്രേ. ഈ നാട്ടിൽ സംഘപരിവാറിന്റെ ചില കുഴലൂത്ത് മാപ്രകൾക്ക് ഇതൊക്കെ വലിയ സംഭവകാശമായിരിക്കും. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ വിഷയമൊക്കെ പുല്ലുവില കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അതേ പുല്ലുവിലയാണ് ഈ മുന്നിലിരിക്കുന്നവർക്കും കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ പറഞ്ഞത് മാത്രമേ ചെയ്യത്തുള്ളൂ. അത് തന്നെയാണ് വ്യക്തിയുടെ വ്യക്തിത്വം. അത് ചെയ്ത പിണറായി വിജയൻ തന്നെയാണ് ശരി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ.